സുഹൃത്തുക്കളെ നമസ്കാരം. BJP കൊണ്ടുവന്ന വഖഫ് ബില്ലിന്മേൽ ഇന്നലെ മെയ് 5-ാം തീയതി സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഹിയറിംഗ് നടന്നു. ഈ ഹിയറിംഗിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വഖഫ് ബില്ലിന്മേൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിൽ അദ്ദേഹത്തോടൊപ്പം ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരായിരുന്നു ഈ വാദങ്ങൾ കേട്ടത്. 2 മണിക്ക് വാദം കേൾക്കാനായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. അതനുസരിച്ച് കൃത്യം 2 മണിക്ക് തന്നെ ഇതിന്മേലുള്ള വാദം കേൾക്കാൻ ആരംഭിച്ചു. വാദം തുടങ്ങിയപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞത്, എതിർകക്ഷികൾ സമർപ്പിച്ച സത്യവാങ്മൂലം ഞങ്ങൾ വിശദമായി പരിശോധിച്ചില്ല. നിങ്ങൾ രജിസ്ട്രേഷൻ സംബന്ധിച്ച ചില പോയിന്റുകളാണ് ഉയർത്തിയിരിക്കുന്നത്. അതിന്മേൽ ചില വിവാദപരമായ കണക്കുകളാണ് ഉള്ളത്. അത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ചീഫ് ജസ്റ്റിസ് തുടർന്ന് പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ ചില വിശദാംശങ്ങളെക്കുറിച്ച് പരിഗണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിന്മേൽ ചില ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത് ആവശ്യമാണ്. അതിനാൽ ഈ ഇടക്കാല സിറ്റിംഗിൽ ഇതിന്മേൽ വിധി പുറപ്പെടുവിക്കേണ്ടതോ തീരുമാനമെടുക്കേണ്ടതോ ആയ ആവശ്യമില്ല. ഈ കാര്യങ്ങളിൽ എത്രയും വേഗം ഹിയറിംഗ് നടത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ എൻ്റെ മുൻപിൽ ആയിരിക്കില്ല അത് നടക്കാൻ പോകുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ഈ വഖഫ് ബില്ലിന്മേൽ തുടർവാദം ഉടനടി കേൾക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ തൻ്റെ കാലാവധി തീരാൻ ഇനിയും അധിക നാളുകൾ ഇല്ല. അതിനാൽ തൻ്റെ ബെഞ്ചിൽ ആയിരിക്കില്ല ഇതിൻ്റെ തുടർ ഹിയറിംഗ് കേൾക്കുന്നത് എന്ന്. CJI സഞ്ജീവ് ഖന്നയുടെ കാലാവധി ഈ മെയ് 13-ാം തീയതി പൂർത്തിയാവുകയാണ്. പിന്നീട് രാജ്യത്തിൻ്റെ 52-ാം ചീഫ് ജസ്റ്റിസായി BR ഗവായി 14-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനാൽ അദ്ദേഹം പറഞ്ഞത്, ഇരുഭാഗത്തിനും സമ്മതമാണെങ്കിൽ അടുത്ത ബുധനാഴ്ച, അതായത് മെയ് 14-ാം തീയതി ഇത് ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ചിൽ വയ്ക്കാം എന്നാണ്. എത്രയും വേഗം ഇതിന്മേൽ തുടർവാദം കേൾക്കുന്നതിന് വേണ്ടി വഖഫ് ബില്ലിനെ അനുകൂലിക്കുന്ന ഗവൺമെന്റിനും എതിർത്ത് ഹർജികൾ സമർപ്പിച്ചവർക്കും ഇത് സമ്മതമാണെങ്കിൽ ഗവായി സത്യപ്രതിജ്ഞ ചെയ്ത് ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കുന്ന അന്നു തന്നെ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ വയ്ക്കാം എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തനിക്ക് ഇതിൽ എതിർപ്പ് ഒന്നുമില്ല എന്ന് അറിയിച്ചു. സർക്കാരിനോട് ഇതിന്റെ ചില കാര്യത്തിൽ വിശദാംശം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ഉത്തരം തേടിയിരുന്നു. സർക്കാർ അതിന്മേലുള്ള ഉത്തരം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഈ മറുപടിയിൽ തങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്ന് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഹർജി സമർപ്പിച്ചവർ കോടതിയിൽ അറിയിച്ചു. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ഇതിൽ ഏറ്റവും വേഗം വാദം കേൾക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനമെന്ന്. എന്നാൽ ഇരു വിഭാഗങ്ങളുടെയും സത്യവാങ്മൂലം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിനാൽ പുതിയ ചീഫ് ജസ്റ്റിസ് ഇതിന്മേൽ വാദം കേൾക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു, പുതിയ ചീഫ് ജസ്റ്റിസിന് ഇതിന്മേൽ വാദം കേൾക്കുന്നതിന് വേണ്ടി 2-3 ദിവസത്തെ സാവകാശം എനിക്ക് നൽകേണ്ടി വരും. അതായത് ജസ്റ്റിസ് ഗവായിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ 2-3 ദിവസം സാവകാശം നൽകിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ ഇതിന്റെ വാദം തുടരാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഇത് ഇത്ര വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂ ആയതിനാൽ പുതിയ ചീഫ് ജസ്റ്റിസിന് ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാനുള്ള സമയം ആവശ്യമാണ്. ഇതിന് ഈ ബില്ലിനെ എതിർക്കുന്ന ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഷേക് മനു സിംഗ്വി മറുപടി പറഞ്ഞത്, അടുത്തയാഴ്ച ഇതിന്മേൽ ഹിയറിംഗ് നടത്തിയാൽ നന്നായിരുന്നു. അതായത് അടുത്ത ബുധനാഴ്ച എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതിനെ എതിർക്കുന്നവർക്ക് വേണ്ടി ഹാജരാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 2 വക്കീലുമാരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയുമാണ്. ഇവരുടെ 2 പേരുടെയും മികവ് കൊണ്ടാണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഉടനെ തന്നെ ഇന്ററിം സ്റ്റേ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയായ കാര്യമായിരുന്നു. പിന്നെ അഭിഷേക് മനു സിംഗ്വി തമാശയായി ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞു, താങ്കൾ ഞങ്ങളെ ഏറ്റവും വേഗം ഒഴിവാക്കാനാണ് നോക്കുന്നത് അല്ലേ എന്ന്. അടുത്ത വാദം കേൾക്കുന്നതിനായി തീയതി നിശ്ചയിക്കുകയും ചെയ്തു. മെയ് 15-ാം തീയതി ഇതിന്മേൽ പുതിയ ചീഫ് ജസ്റ്റിസായ BR ഗവായിയുടെ ബെഞ്ചിൽ ഇതിൽ തുടർവാദം കേൾക്കാനാണ് തീരുമാനമായത്. അതായത് 13-ാം തീയതി CJI ഖന്ന റിട്ടയർ ചെയ്യുന്നു. 14-ാം തീയതി പുതിയ ചീഫ് ജസ്റ്റിസായി BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇതിൽ തുടർവാദം കേൾക്കാൻ തീരുമാനമായി എന്ന് പറയുമ്പോൾ ഇതിന് എത്ര വലിയ പ്രാധാന്യമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കഴിയുന്നതും വേഗം ഇതിന്മേൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് എന്ന് വ്യക്തം. അടുത്ത ഹിയറിംഗ് കേൾക്കുന്ന 15-ാം തീയതി വരെ
ഇതിനു മുൻപ് 2 ക്ലോസുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവിന് പ്രാബല്യം ഉണ്ടായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചു. ഈ ഇടക്കാല വിധിയിൽ ഉള്ളത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ നിയമിക്കുന്ന കാര്യവും വഖഫ് ബൈ യൂസറും മരവിപ്പിച്ചതായിരുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ പുതിയ ഭേദഗതികൾ മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ബാധിക്കുന്നതല്ല എന്നാണ്. അതായത് കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നത് അവരുടെ മതപരമായ അവകാശങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്ന്. അത് എന്തുതരം ന്യായീകരണമാണ് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയയിൽ 2 രൂപ കൂലിയെഴുത്ത് നടത്തുന്നവരുടെ ന്യായീകരണം പോലെ തന്നെയുണ്ട് ഇതെന്ന് പറയാതെ വയ്യ. അതായത് മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ അല്ലാത്ത സംഖ്യകളെ നിയമിക്കുന്നത് മുസ്ലിങ്ങളുടെ മതപരമായ അവകാശങ്ങളെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് സുരേന്ദ്രൻ പെട്രോൾ വില വർധനവിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. കൂടിയ അത്രയും കുറഞ്ഞിട്ടുമില്ല, കുറഞ്ഞ അത്രയും കൂടിയിട്ടുമില്ല. അതുപോലെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരു ഹിന്ദു സംഘടന മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ഇന്നലെ ഒരു ഹർജി സമർപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന ഒരു നിയമമാണ് ഇതെന്നാണ്. ഇത് ഇന്ത്യയിലെ മുസ്ലിം മതവിഭാഗത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പരിപൂർണമായി നശിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണെന്നാണ് അവർ സുപ്രീം കോടതി മുമ്പാകെ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. 14-ാം തീയതി ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്ന BR ഗവായ് നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് ഖന്നയെ പോലെ തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും ഒരു പടി കൂടിയോ മികച്ച ആളാണ്. അതിനാൽ സാമാന്യമായും പ്രതീക്ഷിക്കാം അദ്ദേഹം നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ആരോടും ഭീതിയോ പ്രീതിയോ കൂടാതെ നിഷ്പക്ഷമായി വിധി പ്രഖ്യാപിക്കുമെന്ന്. അടുത്ത നവംബർ വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി. എന്നാൽ ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ ഇതിന്മേൽ തീരുമാനമാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം തീർച്ചയായും സംഘികളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള കളികൾക്കും വഖഫ് ബൈ യൂസർ നിർത്തലാക്കാനുള്ള ആഗ്രഹത്തിനും അവസാനം കുറിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷത്തിനും ഇതിനെ എതിർത്ത് ഹർജി സമർപ്പിച്ചവർക്കും അനുകൂലമായ വിധിയായിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് വഖഫ് ബില്ലിന്മേൽ ഉണ്ടാവുക. അതായത് മോദി സർക്കാരിന് ഇതിന്മേൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.